കർക്കിടകം കഴിയും മുമ്പ് ഇത് തീർക്കണം. ഇന്നൊന്ന് ആഞ്ഞു പിടിക്കണം. എവിടം വരെ ആയി? സീതാസ്വയംവരം തുടങ്ങണം. അക്കാര്യത്തിലാണ് എനിക്കൊരു ശങ്ക. എന്തേ? അല്ല, രണ്ടാം ഘട്ടെന്ന് പറയുമ്പോ എതിർപ്പൊന്നും ഉണ്ടാവാൻ വഴിയില്ലല്ലേ? എന്തിന്? അവർക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധമാണോ നമ്മൾ കൊണ്ടുചെല്ലുന്നത്? പണം കൊണ്ടായാലും പദവി കൊണ്ടായാലും ആഭിജാത്യം കൊണ്ടായാലും എന്താ ഒരു കുറവ്? രാജയോഗമാവണ പെണ്ണിന് ആ യോഗം തമ്പ്രാൻ കുഞ്ഞിന്റെ ഭാര്യ ആവാന്നുള്ളത് തന്നെയാണ്. എന്നാ കുറുപ്പേട്ടൻ നാളെ തന്നെ കാര്യങ്ങളൊക്കെ നീക്കോളൂ. ഇനി വെച്ച് നീട്ടണം. നാളെ വേണ്ട, നാളെ ചൊവ്വാഴ്ച. ഈ ചൊവ്വാഴ്ച ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. നാളെ കഴിഞ്ഞോട്ടെ. എല്ലാം ഞാൻ ഏറ്റു. തമ്പ്രാൻ കുഞ്ഞെ കുറെ നല്ല കിനാവ് കണ്ടോളൂ. അപ്പോ കുഴപ്പമില്ലല്ലേ? എന്നാ വലതുപുറത്ത് 7 വരെ തള്ളി 8ാമത്തെ വരിയിൽ 8 അക്ഷരം തള്ളി ശ്രീരാമൻ വില്ലു കുലയ്ക്കുന്നിടത്തും തുടങ്ങിക്കോളൂ. ഈ തമ്പുരാൻ ഒരു ത്രയംബകം ഓടിക്കാൻ തയ്യാറായി നിൽക്കുക. സാറ് പാട്ട് പാടൂല്ലേ? സന്തോഷം വരുമ്പോ എല്ലാരും ആടും പാടുകയൊക്കെ ചെയ്യില്ലേ? അപ്പോ പട്ടാളക്കാരെല്ലാം മുരടന്മാരല്ല അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? സാറ് പട്ടാളത്തിൽ വലിയ പദവിയിലിരിക്കുന്ന ആളല്ലേ. പക്ഷേ അവിടെ ഉള്ളവരെല്ലാം സാറിനെ പോലെ അത്ര നല്ലവരല്ല. എന്നെ കൂടാതെ മീനാക്ഷിക്ക് മിലിറ്ററിയിൽ വേറെ ആരെ അറിയാം? മണിയേട്ടനെ. മുഴുവൻ പേര് മണിയണ്ടെന്നാ. വെല്ലിംഗ്ടണില്ല. 1 മാസായി വരും വരും പറഞ്ഞ് കാത്തിരിക്കായിരുന്നു ഞാൻ. ഇന്ന് കത്ത് കിട്ടിയപ്പോഴാ കാര്യം അറിയുന്നത്. ലീവ് വാങ്ങി ഇങ്ങോട്ട് പോരാൻ പുറപ്പെട്ടപ്പോ ഉടക്കീത്രേ അവിടെയുള്ള ഒരു കടുവ. മണികണ്ഠൻ മീനാക്ഷിയുടെ നേരെ മൂത്ത ചേട്ടനാണ്. എന്റെ അമ്മായിയുടെ മോനാ. ഞങ്ങളുടെ കല്യാണം നേരത്തെ ഉറപ്പിച്ചതായിരുന്നു. ഇടയ്ക്ക് അമ്മായിയും ആച്ചമ്മയും തമ്മിൽ പിണങ്ങി. ഇനി ഈ കല്യാണം നടത്തി തരില്ലെന്നാ ആച്ചമ്മയുടെ വാശി. ചെറിയച്ചന്മാര് വേറെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നാലും ശരി, മറ്റൊരാളുടെ കയ്യിന്ന് ഞാൻ പുടവ വാങ്ങില്ല. എല്ലാറ്റിനും മണിയേട്ടൻ ഇങ്ങ് എത്തണം. അതിനാ കള്ളക്കടുവ സമ്മതിക്കില്ല എന്ന് വെച്ചാ ദുഷ്ടനായാള്. മറ്റുള്ളവരെ ഇങ്ങനെ ഉപദ്രവിച്ചാ ഗുണം പിടിക്കില്ല. സാറിനറിയോ ഈ കടുവേ? എന്താ സന്ധ്യക്ക് പടിയിലിങ്ങനെ കുത്തിരിക്കുന്നത്? എന്തത്ര ആലോചിക്കാൻ? കുറുപ്പ് പറഞ്ഞാൽ ശരിയാ. ചൊവ്വാഴ്ച നല്ല ദിവസമല്ല. നാളെ കാലത്ത് ദൗത്യമായിട്ട് ഞാൻ ആച്ചമ്മയുടെ അടുത്ത് പോകുന്നുണ്ട്. വേണ്ട. അതെന്താ? നാളെ നല്ല ദിവസമല്ല. കുറെ വർഷങ്ങളായിട്ട് നല്ല ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനി നല്ല ദിവസങ്ങളെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിവാഹാലോചന വേണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. അത്രയും മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ കിണ്ണാരൊന്നും ചോദിക്കണ്ട. എന്താ പട്ടാളം പിണങ്ങിയിരിക്കുന്നേ? മീശ വീണ്ടും മേലോട്ട് വിരിച്ചു തുടങ്ങി. ഓന്തിന്റെ സ്വഭാവം എപ്പോഴേത് നിറത്തിലാവുകയെന്ന് അറിയില്ല. കുട്ടി അത് വെച്ച് പോയിക്കോളൂ. എന്റെ കാര്യം ഒന്ന് പോക്കാം. മീനാക്ഷി, എന്തേ? താനൊരു മണികണ്ഠന്റെ കാര്യം പറഞ്ഞില്ലേ? ആളെ ഞാൻ അറിയും. ഓ, പിന്നെന്തേ അപ്പ പറഞ്ഞില്ല? തന്നെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഒന്നും മിണ്ടില്ലെന്നേ ഉള്ളൂ. താൻ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അവന്റെ കാര്യം. എന്റെ ഓർഡർലി ആയിരുന്നു. എന്നുവെച്ചാ പട്ടാളം അനുവദിച്ചു തന്നിരിക്കുന്ന വീട്ടുപണിക്കാർ അധികം നാളും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് പണം പൊട്ടിച്ചെന്റെ പേര് പറഞ്ഞു വിടേണ്ടി വന്നു. പിന്നീട് കുറച്ചാള് പട്ടാള ജയിലിലായിരുന്നു. ജയിലിലോ? അതെ. ഒരു ഓഫീസറുടെ മകളോട് ഇവൻ അപമര്യാദയായിട്ട് പെരുമാറിയെന്നോ അവളെ ഇവൻ കയറി പിടിച്ചെന്നോ എന്തോ എനിക്ക് ശരിക്കറിഞ്ഞൂടാ. അതൊക്കെ വെറുതെയാവും. പട്ടാളത്തിൽ അങ്ങനെ ആരെയും വെറുതെ ശിക്ഷിക്കൊന്നുമില്ല. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വെറും പട്ടാളക്കാരന്റെ കാര്യം കട്ട. കല്യാണം കഴിച്ചാലും ഭാര്യയെ കൂടെ പൊറപ്പിക്കാൻ പറ്റൂ. വീടും കൂടും ഒന്നും കിട്ടില്ല. ഭാര്യ നാട്ടിലും ഭർത്താവ് അന്യനാട്ടിലും. അങ്ങനെ വരുമ്പോ ചിലപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കൺമുമ്പിൽ കണ്ടാൽ ചിലപ്പോ മനസ്സ് കൈവിട്ടു പോകും. പ്രത്യേകിച്ച് ഇവനെ പോലെ ഒരു മുഴുക്കുടിയൻ. ഞാൻ പോണു. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം, കേട്ടേ മതിയാവും. നീ സ്വപ്നം കാണുന്ന ഒരു ജീവിതമൊന്നും നിനക്ക് തരാൻ അവനാവില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക. പട്ടാളത്തിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നെ പോലെ ഒരു ഓഫീസറൊന്നുമല്ല. തൂത്തുവാരലും ചട്ടിയും കലം കഴുകലും ഒക്കെയാ ജോലി. കുട്ടിക്കാലത്ത് സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്ന ഒരു എഴുത്തുചാട്ട. എടുത്ത് ചാടിയതിന് ശേഷം അറിയുള്ളൂ കുഴിക്കെത്ര ആളുണ്ട്.
പിന്നെ കൈയും കാലോട്ട് അടിച്ചിട്ട് കാര്യമില്ല. നിനക്ക് ഞാൻ അന്തസ്സും ആഭിജാത്യമുള്ള, പണവും പദവിയുമുള്ള, നിന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു പട്ടാളക്കാരനെ കണ്ടുപിടിച്ചത്. വേണ്ട, എനിക്ക് ആരും വേണ്ട. എങ്ങനെയൊക്കെ ഉള്ള ആളായാലും സാരമില്ല. എനിക്ക് മണിയേട്ടനെ തന്നെ മതി. മണിയേട്ടൻ ഉള്ളിടത്തോളം കാലം എനിക്ക് മറ്റൊരാളെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. ചീത്തയായിക്കോട്ടെ, എല്ലാവർക്കും ചീത്തയായിക്കോട്ടെ, എനിക്ക് നല്ലതാ. നമുക്ക് നാളെ മടങ്ങണം. पीने किया श्रीमसा ഞാൻ ചവന പ്ലാൻ. നിന്റെ കല്യാണമൊക്കെ എവിടം വരെ ആയടാ? നാട്ടിൽ പോകാൻ പറ്റിയില്ലല്ലോ. അത് കയ്യിലിരിപ്പുണ്ടല്ലേ. അഹങ്കാരം കൂടിയാ എങ്ങനെ ഇരിക്കും? പിന്നെ ഒരു കുടുംബം പുലർത്താനുള്ള കെൽപ്പൊന്നും നിനക്കായിട്ടില്ല. 4-5 വർഷം പണിയെടുത്ത് 4 കാശുണ്ടാക്കുന്നു, എന്നിട്ട് മതി കല്യാണം കടവണം. ഞാനെന്താ ഇവിടെ നിൽക്കുന്നത്? പണിയൊന്നുമില്ലേ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായി? അത്രയും കാലം കാത്തിരിക്കാൻ പറ്റില്ല സാർ. അതെന്താ? നാട്ടിലെ കാര്യം സാറിന് അറിയില്ല. താമസിച്ച അവരാ പെൺകുട്ടിയെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കും. അല്ല, ഞാൻ അറിയാൻ വയ്യാന്ന് ചോദിക്കാം. നിന്റെ നാട്ടിൽ ഈ ഒരൊറ്റ പെണ്ണേ ഉള്ളൂ. അതല്ല. ഏതല്ല? അവളുടെ വിധി വേറെ കെട്ടിപ്പോനാണെ പോട്ടെ. മോഹിച്ച പെണ്ണെ കെട്ടാൻ പറ്റാത്തവരും വേറെ കല്യാണം കഴിച്ചിട്ടില്ലേ? സുഖമായിട്ട് ജീവിച്ചിട്ടില്ലേ? പക്ഷെ എന്റെ മീനാക്ഷി. നിന്റെ മീനാക്ഷി? അതവളുടെ പേര്. അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല സാർ. അതിലും ഭേദം മരിക്കുന്നതാ. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് മോഹിച്ചു പോയി സാർ. എന്താടാ ഇത്? ഇങ്ങനെയാണോ ഡ്രിങ്ക് മിക്സ് ചെയ്യുന്നത്? ഇവിടെ സോഡ ഒരു ഒഴിച്ചു വെച്ചിരിക്കുന്നു. അതങ്ങനെ അവളെ ഇവിടെ സ്വപ്നം കണ്ടോണ്ടല്ലേ ഓരോന്നും ചെയ്യുന്നേ. ഇഡിയറ്റ്. എന്താണ് ഒരു പണി വൃത്തിയായിട്ട് ചെയ്യാൻ അറിയില്ല നിനക്ക്? സാർ ഞാൻ നിന്റെ തെമ്മാടിത്തരം കുറെ കൂടുന്നുണ്ട്. പലരും കംപ്ലൈന്റ് ചെയ്തിട്ട് ഞാൻ എല്ലാം സഹിച്ചു. ഇനി പറ്റില്ല. ഓർഡർലി ആയിട്ട് നിന്നെ എനിക്കിനി വേണ്ട. അത് ഞാൻ വേറെ ആളെ ഏർപ്പാട് ചെയ്തു. നിനക്ക് നിന്റെ പഴയ താവളത്തിലേക്ക് തന്നെ മടങ്ങാം. സാർ, ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്നെ ചോദ്യം ചെയ്യുന്നുടാ. മേലെല്ലാം എന്റെ മുമ്പിൽ കണ്ടുപോലും. ഇങ്ങനെയാണോടാ വെപ്പൺ ക്ലീൻ ചെയ്യുന്നത്? ഇഡിയറ്റ്, ലേസി ക്രീച്ചർ. അത് സാർ ഞാൻ നോ, ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻ. ഇന്നും കുടിച്ചും വെറുതെ ഇരുന്ന് മടി പിടിച്ചു പോയി. ദേഹം അല്ലെങ്കിൽ ജോലി ചെയ്യണം. ടേക്ക് ഇറ്റ് ആൻഡ് ടേക്ക് ഹിം ടു ദ ഗ്രൗണ്ട്. തോക്ക് ഉയർത്തി പിടിച്ച് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഓടിക്കണം. ഡോണ്ട് സ്റ്റോപ്പ് ടിൽ ഐ സേ.
Take him. ഡീഹൈഡ്രേഷൻ കുറച്ച് വെള്ളം കൊടുത്താൽ മാറാവുന്നേ ഉള്ളൂ. വെറുതെ എന്തിനാ ഹോസ്പിറ്റലിൽ ഒരു ബെഡ് വേസ്റ്റ് ചെയ്യുന്നത്? വേണമെങ്കിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്യും. വേണമെങ്കിൽ എന്നല്ല, വേണം. കമ്പനിയിൽ ഒരുപാട് പേര് ലീവ് എടുത്തിരിക്കുന്നുണ്ട്, ജോലിക്ക് ആളില്ല. ഡിസ്ചാർജ് ചെയ്യും. കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ അല്ലേ സാർ? അതെ അതെ. സാർ, ആറിന് കാശ്മീരിലേക്ക് അയക്കുന്നവരുടെ ലിസ്റ്റാണിത്. സാർ സൈൻ ചെയ്തിട്ട് വേണം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയക്കാൻ. സാർ, കാശ്മീരിലേക്ക് എന്നെ ആറാറിന് അയക്കാന്ന് കേട്ടു. അതിന് ഒരു ദിവസം ഒന്ന് വീട് വരെ പോയി എല്ലാവരെയും ഒരു പക്ഷേ അവസാനമായിട്ടാണെങ്കിലും. സാധ്യമല്ല. ഇന്നോ നാളെയോ ട്രാൻസ്പോർട്ടിന്റെ പേപ്പേഴ്സ് റെഡിയായാൽ ഉടനെ എല്ലാവരും പുറപ്പെടേണ്ടതാണ്. ഒരു പട്ടാളക്കാരന് നാടിനോടുള്ള കടമയാണ് വീടിനോടുള്ള കടമയേക്കാൾ വലുത്. സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഒരു കീഴ് ജീവനക്കാരനല്ല, എന്റെ അനുജനോട് നീ എന്ന് സാറ് പറഞ്ഞിട്ട്. ആ നിലയിൽ ഞാൻ ചോദിക്കാം, ഞാൻ എന്ത് തെറ്റാ സാറിനോട് ചെയ്തത്? അതറിഞ്ഞാ മതി, ഞാൻ ഈ നരകത്തിലേക്ക് എവിടെയും പൊക്കോളാം. എനിക്കൊന്നും പറയാനില്ല, നിനക്ക് പോവാ. ഞാൻ പോവാ. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ സാറിനെ ഒരുപാട് സ്നേഹിച്ചു പോയി. എനിക്ക് എപ്പോഴും സാറിന് ഇഷ്ടാ, എന്റെ മീനാക്ഷിയേക്കാൾ കൂടുതൽ ഇഷ്ടാ. എന്നെ ശമിക്കരുത്, വെറുക്കരുത്. Excuse me. നാളെ എന്റെ വിവാഹമാണ്, ക്ഷണിക്കാൻ വന്നതാ. ക്ഷണിക്കാൻ നീ തന്നെ വന്നത് എന്നെ തോൽപ്പിച്ചു എന്നുള്ള അഹങ്കാരത്തോടു കൂടിയാണെങ്കിൽ Please, listen to me. At least this time. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ടു സേ താങ്ക്സ്, ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എനിക്കൊരവസരം തന്നതിന്. രണ്ട്, അവസാനമായി പിരിയുന്നതിന് മുമ്പ് എവിടെയാണ് നമുക്ക് തെറ്റിയതെന്ന് പരസ്പരം മനസ്സിലാക്കാൻ ഒരവസരം ഉണ്ടാക്കാൻ. നന്ദി സ്വീകരിക്കും. മൈ പ്ലഷർ. പിന്നെ പരസ്പരം മനസ്സിലാക്കുന്ന കാര്യം വൈകിപ്പോയില്ലേ? ഒരിക്കൽ സംഭവിച്ച തെറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാമല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട, സ്വാതമിക്കോളും. എസ്കേപ്പിസം. ദിസ് ഇസ് എസ്കേപ്പിസം. സത്യത്തിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം. Only cowards do that. And I don't want to believe that you're one of them. Because once I loved you. നമ്മൾ പിരിഞ്ഞെങ്കിലും ഹൃദയത്തിന്റെ ഒരു കോണിൽ ഇപ്പോഴും ആ ബന്ധത്തിന്റെ ഒരു പൊട്ടു സ്നേഹം
മറ്റൊരു ചെറിയ വേദന ഒളിഞ്ഞിക്കിടപ്പുണ്ട്. നിർത്തണ്ട, പറയാൻ ഒരുങ്ങി വന്നതെല്ലാം പറഞ്ഞോളൂ. എവിടെയാണ് ആ സ്നേഹം തുടങ്ങിയത്? വീരചക്രം ലഭിച്ച് സുമുഖനായ ഒരു ആർമി ഓഫീസറോട് എനിക്ക് തോന്നിയ ഹീറോ വേഷം, ഫാസിനേഷൻ. അത് തന്നെയായിരുന്നു രവിക്ക് എന്നോടും. യു ഫെൽ ഫോർ മൈ ലുക്സ് ആൻഡ് നെവർ ബോദർഡ് ടു അണ്ടർസ്റ്റാൻഡ് മീ. പലരും എതിർത്തപ്പോൾ പിന്നെ വാശിയായി. അങ്ങനെ ഒരു വാശിയുടെ പേരിൽ നമ്മൾ ഭാര്യയും ഭർത്താവുമായി. പിന്നെയാണ് കോവിലകത്തെ ആഠ്യത്വവും യാഥാസ്ഥിതികത്വവും പട്ടാളച്ചിട്ടയും കൂടി വളർത്തിയ രവിവർമ്മ തമ്പുരാനും മിസസ് സ്വാതി തമ്പുരാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയത്. എനിക്കറിയാത്തതൊന്നും നീ ഇതുവരെ പറഞ്ഞില്ല. അറിയാത്തത് പറയാം. ഇപ്പോഴെങ്കിലും വിശ്വസിക്കണം, ഞാനായിട്ടൊന്നും ചെയ്തതല്ല. ഇറ്റ് വാസ് എ നാച്ചുറൽ അബോർഷൻ. Let's not talk about it. We must talk. അതെന്റെ ആവശ്യമാണ്. I am not your wife anymore and I am not ready to take any bullshit. മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കാൻ ഒരിക്കലും രവി ശ്രമിച്ചിട്ടില്ല. Upon God, ഞാൻ അതിൽ നിരപരാധിയാണ്. ഒരു പക്ഷേ രവിയിൽ നിന്ന് ഞാൻ അനുഭവിച്ച മെന്റൽ ആഗ്നി ആവണം. അതിന് കാരണം ഇന്നോർക്കുമ്പോൾ അതൊരു അനുഗ്രഹമായി തോന്നുന്നുണ്ട്. മറ്റൊരു ജീവനെ കൂടി വേദനിപ്പിക്കേണ്ടി വന്നില്ലല്ലോ. തീർന്നോ? ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. രവി വളർന്ന ചുറ്റുപാടുകൾ അങ്ങനെയായിരുന്നു. ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ രവി കണ്ടിട്ടുള്ളൂ. രവി ഇപ്പോഴും ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം ഉണ്ടായി പോകുന്നതാണ്. അത് വിലയ്ക്ക് വാങ്ങാനും പറ്റില്ല, പിടിച്ചു വാങ്ങാനും പറ്റില്ല. രവിയെ സ്നേഹിച്ചവരെയെല്ലാം രവി ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത് തന്നെയാവും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം രവിക്ക് രവി അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. You are a narcissist. You can only love one person in this world. That's yourself. മതി, കൂടുതലൊന്നും പറയണ്ട. എനിക്കിപ്പോഴും രവിയോട് ഒരു വിരോധവുമില്ല. തിരിച്ചും ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് രവിയെ നന്നായി മനസ്സിലായിട്ടുണ്ട്. എന്നെ രവിയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് വരണം. രവിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് വേണം. ഗുഡ് നൈറ്റ്.